നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോതമംഗലത്തെ 6 വയസ്സുകാരിയുടെ മരണം കൊലപാതകം. രക്ഷിതാക്കൾ പോലീസ് കസ്റ്റഡിയിൽ. ശ്വാസം മുട്ടിച്ച് കൊന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എറണാകുളം വെണ്ണലയിൽ അമ്മയുടെ മൃതദേഹം മകൻ കുഴിച്ചിട്ടതിൽ ദുരൂഹതയില്ല. സ്വാഭാവിക മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഉദയംപേരൂരിൽ അങ്കണവാടി കെട്ടിടം തകർന്നു വീണു. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. അപകടം കുട്ടികൾ എത്തുന്നതിന് തൊട്ടു മുൻപ്. ഇടിഞ്ഞു വീണത് കണ്ടനാട് JBS LP സ്കൂളിന്റെ പഴയ കെട്ടിടം. ആലുവ മാറമ്പള്ളി EMS കോളേജിൽ പരിധി വിട്ട ക്രിസ്മസ് ആഘോഷം. റോഡ് ബ്ലോക്ക് ചെയ്തും വാഹനങ്ങൾക്ക് മുകളിൽ കയറിയും വിദ്യാർത്ഥികളുടെ ആഘോഷം. നടപടിയെടുക്കാൻ MVD. കോന്നി അപകടത്തിൽ മരിച്ചവർക്ക് വിട നൽകി നാട്. 4 പേരുടെയും മൃതദേഹം സംസ്കരിച്ചു. വടകര ചോറോട് വാഹനാപകടത്തിൽ പ്രതി ഷെജീലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. പ്രതിയെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണെന്ന് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ പോലീസ്. ഇടുക്കി ചേലച്ചുവട്ടിൽ ടിപ്പറിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് പെരിയാർവാലി സ്വദേശി എൽസ. മലപ്പുറം തിരൂരിൽ കണ്ടത് പുലിയെന്ന് വനം വകുപ്പിന്റെ സ്ഥിരീകരണം. പുലിയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു. കോഴിക്കോട് കൂടരഞ്ഞിയിൽ കടുവാ ഭീഷണി. പ്രദേശത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന. വാർത്തകൾ വിശദമായി. കോതമംഗലം നെല്ലിക്കുഴിയിലെ 6 വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരണം. UP സ്വദേശി അജാസ് ഖാന്റെ മകൾ മുസ്കാനെ രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. മാതാപിതാക്കളെ കോതമംഗലം പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കോതമംഗലം നെല്ലിക്കുഴി ഇരുമലപ്പടിക്ക് സമീപം UP സ്വദേശിനിയായ 6 വയസ്സുകാരിയെ രാവിലെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ എഴുന്നേറ്റില്ലെന്നും പരിശോധിച്ചപ്പോൾ ജീവൻ ഉണ്ടായിരുന്നില്ലെന്നും കുടുംബം പറയുന്നു. കഴിഞ്ഞ രാത്രി അജാസ് ഖാനും ഭാര്യയും ഒരു മുറിയിലും മരിച്ച മുസ്കാനും ഇളയ കുട്ടിയും മറ്റൊരു മുറിയിലുമായിരുന്നു ഉറങ്ങാൻ കിടന്നത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കുട്ടി മരിച്ചു കിടക്കുകയായിരുന്നുവെന്ന് പിതാവ് അജാസ് ഖാൻ പറഞ്ഞു. പിന്നാലെ പഞ്ചായത്ത് മെമ്പറെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. പുതുപ്പാലത്തിങ്ങ താമസിക്കുന്ന അജാസ് ഖാന്റെ മോളാണ്. ഇവിടെ രാവിലെ അവർ എണീറ്റപ്പോൾ ബെഡ്റൂമിൽ കുഞ്ഞുങ്ങൾ 2 പേരും ആയിട്ട് ഒരു ബെഡ്റൂമിലും അവർ 2 പേരും ഭാര്യയും ഭർത്താവ് ഒരു ബെഡ്റൂമിലും ആയിട്ടാണെന്നാണ് അജാസ് ഖാൻ പറഞ്ഞത്. രാവിലെ എണീച്ചപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് വന്ന് അതിന്റെ നടപടികൾ നടക്കുകയാണ്. മറ്റു വിവരങ്ങളൊക്കെ പോലീസിനാണ് അറിയാവുള്ളൂ എന്താണെന്നുള്ളത്. കോതമംഗലം പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായത്. സംഭവത്തിന് ശേഷം കസ്റ്റഡിയിലെടുത്ത മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ന്യൂസ് 18 കോതമംഗലം. കൊച്ചി വെണ്ണല സ്വദേശി അല്ലിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികത ഇല്ല. അമ്മയുടെ മൃതദേഹം മകൻ ആരെയും അറിയിക്കാതെ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടത് വലിയ സംശയത്തിനിടയാക്കിയിരുന്നു. സംശയത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത മകൻ പ്രദീപിനെ പോലീസ് വിട്ടയക്കും. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. വെണ്ണലയിലെ വീട്ടുമുറ്റത്ത് പ്രദീപ് കുഴിമൂടുന്നത് കണ്ട് സംശയം തോന്നിയ അയൽവാസി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പാലാരിവട്ടം പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇതിനിടെ മകൻ പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രമേഹ രോഗിയായ അമ്മ മരിച്ചതിനെ തുടർന്ന് താൻ മറവു ചെയ്യുകയായിരുന്നു എന്നാണ് പ്രദീപ് പോലീസിന് നൽകിയ മൊഴി. ഇൻക്വസ്റ്റ് നടപടികളും കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് നമുക്കൊരു ഫൈൻഡിങ്സ് പറയാൻ പറ്റും. മൃതദേഹം എത്ര ദിവസം പഴക്കമുണ്ട്? ഇന്നലെ രാത്രിയിലോ ഇന്ന് രാവിലെ ആയിരിക്കാം. ടയർ റിപ്പയറിംഗ് കട നടത്തുന്ന പ്രദീപിന് ഭാര്യയും 2 മക്കളുമുണ്ട്. എന്നാൽ സംഭവ സമയത്ത് പ്രദീപും അമ്മ അല്ലിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പ്രദീപ് സ്ഥിരം മദ്യപാനിയായിരുന്നു എന്നും നാട്ടുകാർ. പ്രദീപ് പൊതുവെ മാന്യനാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് അയാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ വളരെ വയലന്റ് ആവും. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആദ്യം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. അതെല്ലാവരും കൂടിയൊക്കെ ചർച്ച ചെയ്തൊക്കെ തീരുമാനമായിട്ട് പിന്നെ അത് അയാൾ നിർത്തിയിരുന്നു ചികിത്സിക്കുകയൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. ഭാര്യ മൂത്ത മോനും വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. മദ്യം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് വയലന്റ് ആണ്. അമ്മയായിട്ട് ഇവിടെ ഒച്ചപ്പാടുമ്പോഴും കാണും. പരിസരവാസികളൊക്കെ മടുത്തിരിക്കുകയാണ് ഇവിടെ.
പ്രദീപിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. പ്രദീപിനെ കൂടാതെ ഒരു മകൾ കൂടിയുണ്ട് അല്ലിക്ക്. ന്യൂസ് 18 കൊച്ചി. എറണാകുളം കാക്കനാട് മെട്രോ നിർമ്മാണ സ്ഥലത്ത് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ടിപ്പർ ഡ്രൈവർ ആലുവ സ്വദേശി അഹമ്മദ് നൂറാണ് മരിച്ചത്. ഹിറ്റാച്ചി പുറകോട്ടെടുത്തപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? കൊച്ചി മെട്രോയുടെ ഇൻഫോ പാർക്കിലേക്കുള്ള രണ്ടാം ഘട്ട പാതയുടെ അതിന്റെ ഒരു നിർമ്മാണ ഘട്ടം നടക്കുന്ന സൈറ്റിൽ വെച്ചായിരുന്നു അപകടം സംഭവിക്കുന്നത്. അത് ടിപ്പർ ലോറി ഡ്രൈവർ അഹമ്മദ് നൂർ ഇതിനിടയിൽ പെടുകയായിരുന്നു. അതിൽ കാക്കനാട് സ്റ്റേഷന്റെ നിർമ്മാണ കരാർ എടുത്തിരിക്കുന്ന കരാറുകാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ലോറി ഡ്രൈവറാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഹിറ്റാച്ചി പിറകോട്ടെടുത്തപ്പോൾ ഡ്രൈവർ ഇതിൽ അപകടത്തിൽപ്പെടുന്ന അവസ്ഥയിലേക്ക് വരികയായിരുന്നു. ഇതിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് KMRL ഇതിനെ സംബന്ധിച്ച് കൊച്ചി മെട്രോ ലിമിറ്റഡ് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാവശ്യമായ ഒപ്പം തന്നെ ഇത് കുടുംബത്തിനാവശ്യമായ സഹായം നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തിയുള്ള ഒരു ആഭ്യന്തര അന്വേഷണവും KMRL പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൈറ്റുകളിലെ സുരക്ഷ കർശനമാക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. എന്തായാലും ദാരുണമായ ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. ഇത്തരം അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ KMRL ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. കൊച്ചിയിൽ അങ്കനവാടി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. കുട്ടികൾ എത്തുന്നതിന് മുൻപായതിനാൽ വൻ അപകടം ഒഴിവായി. കണ്ടനാട് JB സ്കൂളിന്റെ 100 വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് ഇന്ന് രാവിലെ തകർന്നു വീണത്. വൻ ദുരന്തത്തിൽ നിന്നാണ് അക്ഷരാർത്ഥത്തിൽ രക്ഷപ്പെട്ടത്. അങ്കണവാടിയിൽ ആകെ 11 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. കുട്ടികൾ എത്തുന്നതിന് മുൻപ് ക്ലാസ് മുറികൾ വൃത്തിയാക്കുകയായിരുന്ന ആയ കെട്ടിടം തകരുന്ന ശബ്ദം കേട്ട് ഓടിമാറി. നിമിഷ നേരം കൊണ്ട് കെട്ടിടത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു. വലിയ രക്ഷപ്പെടലാണ്. ആ ദുരന്തം ഇപ്പോഴും നമ്മളെ നടുക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു സൗണ്ട് കേട്ട് കഴിയുമ്പോഴത്തേനും ഞാൻ ഓടിക്കോന്ന് പറയാം. ടീച്ചർമാർ എങ്ങോട്ടേക്ക് പോയെന്നൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ അപ്പോൾ തന്നെ ആ വരാതിനടുത്ത് ചാടിപ്പോൾ ഞാൻ അവിടെ വീണു. കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കാരണം കുട്ടികളുടെ അധ്യയനം നടക്കുന്നത് തൊട്ടടുത്തുള്ള പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലാണ്. എന്നാൽ കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായി എത്തിയിരുന്നത് തകർന്നു വീണ പഴയ കെട്ടിടത്തിലാണ്. പഴയ കെട്ടിടം പൊളിച്ചു നീക്കുകയോ പുതുക്കി പണിയുകയോ ചെയ്യണമെന്ന് പലതവണ പഞ്ചായത്തിനോട് പറഞ്ഞിട്ടും നടപടിയുണ്ടായില്ലെന്നും പരാതിയുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി തങ്കമണിയിൽ വ്യാപാരശാലയിൽ വൻ തീപിടുത്തം. കട പൂർണ്ണമായി കത്തിനശിച്ചു. 12ഓളം ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥാപനത്തിലാണ് അപകടമുണ്ടായത്. പുലർച്ചെ 5:30യോടെയാണ് തീപിടുത്തം. വലിയ സ്ഫോടന ശബ്ദം കേട്ടാണ് നാട്ടുകാർ അപകട വിവരം അറിഞ്ഞത്. തങ്കമണി സ്വദേശി ജോയിയുടെ കല്ലുവിള സ്റ്റോഴ്സ് എന്ന സ്ഥാപനമാണ് കത്തിയമർന്നത്. ഏറെ പഴക്കമുള്ള കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. 12ഓളം പാചകവാതക സിലിണ്ടറുകൾ ഇവിടെ സൂക്ഷിച്ചിരുന്നു. ഇത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. കെട്ടിടം പൂർണ്ണമായി കത്തിനശിച്ചു. സമീപത്തെ കടകളിലേക്കും തീ പടർന്നു. അപകട സമയം ആരും ഉണ്ടാകാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് നിഗമനം. ന്യൂസ് 18 ഇടുക്കി. കോന്നി വാഹനാപകടത്തിൽ മരിച്ചവർക്ക് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. 4 പേരുടെയും സംസ്കാരം പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടന്നു. പള്ളി പാരിഷ് ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ പുലർച്ചെയാണ് മല്ലശ്ശേരിയിലെ വീടുകളിലെത്തിച്ചത്. മത്തായി ഇപ്പൻ, ബിജു പി ജോർജ്, അനു, നിഖിൽ എന്നിവരുടെ മൃതദേഹങ്ങൾ വീടുകളിൽ പൊതുദർശനത്തിന് വച്ചു. ശുശ്രൂഷകൾക്ക് ശേഷം വിലാപയാത്രയായി പൂങ്കാവ് സെന്റ് മേരീസ് കാത്തലിക് പള്ളിയിലേക്ക്. പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും നിരവധി പേരെത്തി. മന്ത്രി വീണ ജോർജ്, KU ജനീഷ് കുമാർ MLA, മുൻ MLA രാജു എബ്രഹാം, വൈദികർ തുടങ്ങി നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു.
പ്രാർത്ഥനകൾക്കും സംസ്കാര ശുശ്രൂഷകൾക്കും ശേഷം പ്രത്യേകം തയ്യാറാക്കിയ 2 കല്ലറയിലായിരുന്നു 4 പേരുടെയും സംസ്കാരം. അനുവിന്റെയും നിഖിലിന്റെയും മത്തായുടെയും മൃതദേഹങ്ങൾ ഒരേ കല്ലറയിലും ബിജുവിന്റെ മൃതദേഹം സമീപത്തെ കല്ലറയിലുമാണ് സംസ്കരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ കോന്നി മുറിഞ്ഞകല്ലിൽ ഉണ്ടായ വാഹനാപകടത്തിൽ 4 പേരും മരിച്ചത്. മധുവിധു കഴിഞ്ഞ് മലേഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ നിഖിലിനെയും അനുവിനെയും വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരും വഴിയായിരുന്നു അപകടം. നവംബർ 30-നായിരുന്നു അനുവിന്റെയും നിഖിലിന്റെയും വിവാഹം. ന്യൂസ് 18 പത്തനംതിട്ട. ആലുവ മാറമ്പള്ളി EMS കോളേജിൽ പരിധി വിട്ട് വിദ്യാർത്ഥികളുടെ ക്രിസ്മസ് ആഘോഷം. റോഡ് ബ്ലോക്ക് ചെയ്തും വാഹനങ്ങൾക്ക് മുകളിൽ കയറിയുമാണ് വിദ്യാർത്ഥികൾ ക്രിസ്മസ് ആഘോഷം നടത്തിയത്. ഇടുക്കി ചേലച്ചുവടിൽ ടിപ്പറിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പെരിയാർ വാലി സ്വദേശി എൽസയാണ് മരണപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് നടന്നു പോവുകയായിരുന്ന എൽസയെ ടിപ്പറിടിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പത്തനംതിട്ടയിൽ കിണറ്റിൽ കാൽ വഴുതി വീണ ഗർഭിണിയായ യുവതിയെ രക്ഷപ്പെടുത്തി. പത്തനംതിട്ട കാരമേലി സ്വദേശി റൂബിയാണ് കിണറ്റിൽ വീണത്. 6 മാസം ഗർഭിണിയാണ് റൂബിയ. അപകടത്തിൽ യുവതിക്കും ഗർഭസ്ഥ ശിശുവിനും പരിക്കില്ല. പത്തനംതിട്ട ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വടകര ചോറോട് വാഹനാപകടത്തിൽ പ്രതി ഷെജീലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പ്രതിയെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണെന്ന് അന്വേഷണ സംഘം. കഴിഞ്ഞ ഫെബ്രുവരി 17-ന് ചോറോട് മേൽപ്പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 9-കാരി ദൃശാന അബോധാവസ്ഥയിലാണ്. കുട്ടിയുടെ അമ്മൂമ്മ അപകടത്തിൽ മരിച്ചിരുന്നു. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് അപകടമുണ്ടാക്കിയ വാഹനം തിരിച്ചറിഞ്ഞത്. കോഴിക്കോട് നാദാപുരം വളയം കാലിക്കൊളുമ്പിൽ 5 പേർക്ക് കടന്നൽ കുത്തേറ്റു. കൃഷിസ്ഥലത്ത് ജോലിയിലേർപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ മെഡിക്കൽ കോളേജിലും 2 പേരെ വടകര ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചെത്തിക്കൊടുക്കുമ്പോൾ ഒരു 9-9 മണിയായിട്ടുണ്ടാവും. പെട്ടെന്ന് ഒരു ഓടുന്നാണ്ടിനെ ഞാൻ കാണുന്നു. ഒലിങ്ങനെ ഭയം കൊടുത്ത് ഓടുന്നല്ലേ. നോക്കും ഈച്ച മൊത്തം 4 ആളെ വേലും ഈച്ച ഇതായിക്കാളി പൊതിഞ്ഞാലി എല്ലാം ഒരേ ഏകദേശം അടുത്തടുത്ത് കണ്ടെത്തലാളെ. അപ്പോൾ പരക്ക ഓടുന്നവൾ ഞാൻ ഒരു പെണ്ണുങ്ങൾ എന്നെ വിളിച്ചാണ് തട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ എടുത്തിട്ട് തട്ടാൻ വേണ്ടി പറഞ്ഞു. തട്ടാൻ നമ്മൾ കന്നെ പൊതിഞ്ഞില്ല. അപ്പോൾ ഞാനൊരു പെണ്ണുങ്ങൾ ഒരു ഭാഗത്തായി, 2 പെണ്ണുങ്ങൾ 3 പെണ്ണ് വേറെ ഭാഗത്തേക്ക്. അപ്പോൾ ഞങ്ങൾ വേറെ ഓടി 1.5 കിലോമീറ്റർ ഓടി ഓടിയിരുന്നു. കാട്ടിൽ പോകും പടഞ്ചല ഒരു ചെറിയ വയ്യന്നെ ഈച്ച അപ്പോഴൊക്കെ വീണിട്ട്. അപ്പോൾ അതിലുള്ള കുത്തുവെള്ളം കൊണ്ടൊക്കെ വീണിട്ട് പിന്നെ ഇതായിപ്പോയി. ഇപ്പം നമ്മൾ പ്രഷറിൽ എന്തെല്ലാം തോന്നുന്നു. ഓക്കും കണ്ണ് ഇറക്കെല്ലാം വന്ന് നമുക്കും വന്ന് തലേനെ കിടന്നു. പിന്നെ അപ്പോൾ കുറച്ച് ഓക്കെന്തോ ഒപ്പരമുള്ളവർക്ക് ഫോൺ വിളിച്ചിട്ട് ആരും വിളിച്ച് പറഞ്ഞാണ് ഇവരെല്ലാം അറിയുന്നത് തന്നെ. അല്ലെങ്കിൽ ഇപ്പം ഒന്നും ആരും അറിയൂലേ. അല്ല ആൾ ഇങ്ങനെ മേലെ കണ്ടത്തില്ല. മറ്റുള്ള അങ്ങളെ പിന്നെ ഒരു വണ്ടിയെല്ലാം കൊണ്ട് വന്നു. എൻ്റെ എല്ലാം എടുത്തിട്ട് തന്നെ പോയി. എൻ്റെ 4 ആളെ എടുത്തിട്ട് ഞാൻ പൊട്ടുന്ന എല്ലാം ഇതായിപ്പോയി. മലപ്പുറം തിരൂരിൽ കണ്ടത് പുലിയെന്ന് വനം വകുപ്പിന്റെ സ്ഥിരീകരണം. പടിഞ്ഞാറേക്കര കാട്ടിലപ്പള്ളിയിലെ ക്യാമറയിലാണ് കഴിഞ്ഞ ദിവസം പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. കോടമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസറും സംഘവുമെത്തി പുലിയെ പിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഡിസംബർ 2-ന് ഉല്ലാസ് നഗർ സ്വദേശി മോളി വീടിന് പിറകുവശത്ത് പുലിയെ കണ്ടിരുന്നു. ഡിസംബർ 13-ന് രാത്രിയോടെ കിട്ടിലപ്പള്ളി സ്വദേശിയായ AP സെയ്തു പുഴയോരത്തും പുലിയെ കണ്ടു.
തുടർന്ന് പഞ്ചായത്ത് അധികൃതർ വനം വകുപ്പിനെ വിവരമറിയിച്ചിരുന്നു. പിന്നാലെ ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെയാണ് മലപ്പുറം പടിഞ്ഞാറേക്കര കാട്ടിലപ്പള്ളി പ്രദേശത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച ട്രാപ്പ് ക്യാമറയിൽ പുള്ളിപ്പുലിയുടെ ചിത്രം പതിഞ്ഞത്. ഇതോടെ കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ സി ബാലുവും സംഘവും എത്തി ട്രാപ്പ് ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു. ക്യാമറയ്ക്ക് 20 മീറ്റർ അകലെയുള്ള പുള്ളിപ്പുലിയുടെ ചിത്രമാണ് ക്യാമറയിൽ പതിഞ്ഞത്. പ്രദേശത്ത് ലൈവ് ക്യാമറയും പുലിക്കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ന്യൂസ് 18 തിരൂർ. കോഴിക്കോട് കൂടരഞ്ഞി കുരിയോട്ടുപാറയിൽ കടുവാ ഭീഷണി. പ്രദേശവാസിയായ ഗ്രേസിയാണ് ആടുകളെ മേയ്ക്കാൻ പോകവെ കടുവയെ കണ്ടത്. ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. പ്രദേശത്ത് വന്യജീവി ശല്യം രൂക്ഷമാണ്. കടുവനെ കണ്ടിട്ട് 5-6 ദിവസമായി. ഒരു 4 മണി നേരത്ത് ഞാൻ ആടിനെ തീറ്റുമ്പോൾ ആടിനെയും എന്നെയും കൂടി ഓടിച്ചു. അന്ന് ഞാനും ആടുകളും വീട്ടിൽ പോകുന്നു. എൻ്റെ ആടുകളെ എല്ലാത്തിനും വിറ്റു. ഇനി 4 എണ്ണേ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും വിറ്റു. അത് എൻ്റെ ജീവിതമാർഗമായിരുന്നു. സംസ്ഥാനത്തെ 3 ജില്ലകളിലെ താറാവ് കർഷകരുടെ ജീവിതം കടുത്ത പ്രതിസന്ധിയിൽ. പക്ഷിപ്പനി മൂലം നിരോധനം നിലനിൽക്കുന്ന കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നത്. പക്ഷിപ്പനിയുടെ ഭാഗമായുള്ള നഷ്ടപരിഹാര തുകയുടെ കേന്ദ്രവിഹിതം ലഭ്യമായെങ്കിലും സംസ്ഥാന വിഹിതം കൂടി ചേർത്ത് നൽകാൻ പണമില്ലാത്തതിനാൽ വിതരണം ആരംഭിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ക്രിസ്മസ് വിപണി കൂടി നഷ്ടമായതോടെ ദുരിതക്കയത്തിലാണ് കർഷകർ. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ച കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ വളർത്തുപക്ഷികളുടെയും മുട്ടയുടെയും വിപണനം തടഞ്ഞുകൊണ്ട് മൃഗസംരക്ഷണ വകുപ്പ് ഉത്തരവിട്ടത്. തുടർന്നിങ്ങോട്ട് 7 മാസക്കാലമായി കർഷകർ എങ്ങനെ നിരോധനം മൂലമുള്ള പ്രതിസന്ധി മറികടക്കുമെന്ന് സർക്കാർ മിണ്ടിയിട്ടില്ല. 3 ജില്ലകളിലും കൂടി 4,20,00,000 രൂപയാണ് പക്ഷികളെ കള്ളിങ്ങിനിരയാക്കിയ വകയിൽ മാത്രം കർഷകർക്ക് നൽകാനുള്ളത്. നഷ്ടപരിഹാര തുകയായ കേന്ദ്രവിഹിതം 3 കോടി നൽകി. എന്നാൽ സംസ്ഥാന സർക്കാർ തങ്ങളുടെ 40% തുക നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിതരണം ആരംഭിക്കാനുമായില്ല. പക്ഷിപ്പനി ഏറ്റവും അധികം ബാധിച്ച ആലപ്പുഴ ജില്ലയിലെങ്കിലും നഷ്ടപരിഹാര വിതരണം നടപ്പിൽ വരുത്തണമെന്നാണ് കർഷകരുടെ അഭ്യർത്ഥന. കള്ളിങ് നടത്തിയ താറാവുകൾക്ക് യാതൊരുവിധ കോമ്പൻസേഷനും 7 മാസമായി കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും ദയനീയമായി, ഇത്രയും ഗതികെട്ട ഒരു അവസ്ഥ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഇത് താറാവ് കർഷകരെ സംബന്ധിച്ച് വരാൻ പോകുന്ന നാളുകളിൽ ഈ മേഖലയിൽ സത്യത്തിൽ താറാവുകൾ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. കർഷകരില്ലാത്ത ഒരു സമൂഹമായി മാറാൻ പോകുന്നു. ഡിസംബർ 31 വരെയാണ് നിരോധനം നിലനിൽക്കുന്നത്. ഇതോടെ ഓണം, ക്രിസ്തുമസ്, ന്യൂ ഇയർ വിപണി കർഷകർക്ക് നഷ്ടമായി. തൊഴിൽ ചെയ്യാൻ പൊക്കാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങൾ ജീവിക്കുക. ഞങ്ങളുടെ ജീവിതമേ പാടെ 50 നഷ്ടം. കാരണം ബാങ്കുകാർ ജപ്തിയായി. എനിക്കാണ് SBI ജപ്തി നോട്ടീസ് അയച്ചേക്കുക, കടക്കാടം കൊണ്ടുപോകുമ്പോൾ. പിന്നെ എങ്ങനെ ജീവിക്കും? ആലപ്പുഴ AC റോഡായിരുന്നു താറാവ് വിൽപ്പനയുടെ ജില്ലയിലെ പ്രധാന കേന്ദ്രം. എന്നാൽ നിരത്തുകളിൽ പൂട്ടിക്കിടക്കുന്ന ഈ കടകൾ തന്നെ സർക്കാരിന്റെ കർഷകരോടുള്ള അവഗണനയുടെ നേർക്കാഴ്ചയാണ്. ക്രിസ്തുമസ് വിപണി തകർന്നതാണ് കർഷകർക്കും വിൽപ്പനക്കാർക്കും ഒരുപോലെ തിരിച്ചടിയായത്. താറാവ് തീരെ കുറവാണ്, കിട്ടാൻ മാർഗമില്ല. എവിടുന്നാ നിങ്ങൾ താറാവ് കൊണ്ടുവരുന്നത്? നെടുമുടി നമ്മുടെ മുതലാളി വളർത്തുന്ന ഒരു താറാവാണ്. അതിൻ്റെ അകത്തുനിന്ന് നമുക്കിപ്പോൾ ഒരു 800 താറാവ് കിട്ടി. ആ 800 താറാവ് നമുക്കൊരു ഇപ്പോഴത്തെ രീതിയാണെങ്കിൽ ഒരു 22-20 ഒക്കെ ആകുമ്പോൾ താറാവ് തീരും. പിന്നെ നമ്മളിവിടെ കുത്തിയിരിക്കണം. ആന്ധ്രയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ പോലും താറാവിനെ ലഭ്യമാകുന്നില്ലെന്നും നഗരത്തിലുള്ള കച്ചവടക്കാർ പറയുന്നു. 9 മാസമായിട്ട് താറാവ് തീരെ കിട്ടാനില്ല. ഇപ്പോൾ ടൗണിൽ, ആലപ്പുഴ ടൗണിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ പല കടകൾ, നിരവധി കടകളാണ് അടച്ചിട്ടിരിക്കുന്നത്. സാധാരണ ചെറുകിട കച്ചവടക്കാരില്ല. അപ്പോൾ അതിനൊരു സർക്കാർ അതിൻ്റെ വേണ്ടതൊരു നടപടി എടുക്കാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോൾ 8-9 മാസമായിട്ട് കച്ചവടം ഇല്ല. അതുകൊണ്ട് താറാവ് എടുക്കാനല്ല, താറാവ് കിട്ടാനില്ല. മുട്ട വ്യാപാരത്തെയും നിരോധനം കാര്യമായി ബാധിച്ചു. 10 രൂപയായിരുന്ന മുട്ടവില 13 രൂപയായി ഉയർന്നു. 330 രൂപയായിരുന്ന താറാവിന് ലഭ്യത കുറവ് മൂലം 400 രൂപയാണിപ്പോൾ. ഇത് പൊതുജനങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ മാസം 31-ന് നീണ്ട നിരോധനം അവസാനിക്കുമെങ്കിലും അതിനുശേഷം മാത്രമേ മുട്ടവിരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കർഷകർക്ക് കടക്കാൻ കഴിയൂ എന്നതുകൊണ്ട് തന്നെ ഈസ്റ്റർ വിപണിയും ഇത്തവണ നഷ്ടമാകും. ഇതിനോടകം തന്നെ ആന്ധ്രയും തമിഴ്നാടുമൊക്കെ കേരളത്തിന്റെ താറാവ് വിപണി കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും കർഷകർക്ക് ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഉപജീവന മാർഗമായ താറാവ് കൃഷി തന്നെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.
ദശാവതാരം മുതൽ ഭാരതീയ സംസ്കൃതിയുടെ ചേതന വർണ്ണങ്ങളായി വിരിയുന്ന ചിത്ര പ്രദർശനം. തലസ്ഥാനത്ത് നടക്കുന്ന സൂര്യ ഫെസ്റ്റിവലിലാണ് തിരുവനന്തപുരം സ്വദേശി മിനി പിള്ളയുടെ മ്യൂറൽ പെയിന്റിംഗ് ദൃശ്യവിരുന്നാകുന്നത്. തൈക്കാട് ഗണേശത്തിലാണ് പ്രദർശനം നടക്കുന്നത്. കുടുംബവുമൊത്ത് ദീർഘനാൾ ഡൽഹി ജീവിതം. പിന്നീട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചിത്രരചനയുടെ സർഗവഴിയാണ് തനിക്ക് മുന്നിൽ തുറക്കുക എന്ന് ഈ കലാകാരി പ്രതീക്ഷിച്ചിരുന്നില്ല. കൗതുകത്തിന് സഞ്ചരിച്ച വരയുടെ പാത ചെന്നെത്തിയത് ശാസ്ത്രീയ പഠനത്തിൽ. ഞാൻ ആദ്യം ഹാൻഡിക്ക് എന്ന് പറഞ്ഞ കൈമനത്തൊരു ബിന്ദു ടീച്ചറുണ്ട്. ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ എന്തൊക്കെയോ പഠിച്ചു. പക്ഷെ അവിടെയാണ് ഞാൻ ഈ മ്യൂറൽ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നിയത് നമുക്കും ആക്സസ് ചെയ്യാൻ ചിലപ്പം പറ്റിയേക്കും എന്നൊരു തോന്നല്. പക്ഷെ ചെറിയ അതൊക്കെ അവിടെ പഠിച്ചു. പക്ഷെ എന്നാലും എനിക്ക് മനസ്സിലായത് കുറച്ച് ഡെപ്തുള്ള എന്തോ സംഭവമാണ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ട്, അവർ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം തന്നെ അവിടെ നിന്നിട്ട് ഫോൺ ചെയ്തു. അങ്ങനെ ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് മാതിരി 2 months കോഴ്സാണെന്ന് പറഞ്ഞു. അങ്ങനെ നാൻസി എന്ന് പറഞ്ഞിട്ട്, നാൻസി ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ട് അവിടെ 4-5 അവിടെ പോയി ഞാൻ. ശംഖുലി എന്ന പേരിലെ പ്രദർശനത്തിലുള്ളത് 30ഓളം ചിത്രങ്ങളാണ്. ചിത്രങ്ങളുടെ വിപണനവുമുണ്ട്. 20 വരെയാണ് തൈക്കാട് ഗണേശ ആർട്ട് ഗാലറിയിൽ പ്രദർശനം നടക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. സിനിമാ കാഴ്ചകൾ മാത്രമല്ല IFFK വേദികൾ, സൗഹൃദത്തിന്റെയും ആഘോഷത്തിന്റെയും വേദി കൂടിയാണ്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വേദിയിൽ നിന്നും ആയിഷത്തിൽ ഷംന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കെട്ടടങ്ങാത്ത ആഘോഷങ്ങളും ആവേശവുമാണ് IFFK വേദി. അത് രാത്രിയായാലും പകലായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് IFFKന്റെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിലാണ്. ഇവിടുത്തെ രാത്രികാല വിശേഷങ്ങൾ കാണാം. ഓണാണ് എപ്പോഴും IFFKയിൽ നമ്മൾ ഏത് വർഷം വന്നു കഴിഞ്ഞാലും എപ്പോഴും എങ്ങനെയാണ് ഈ ഒരു രാത്രി ഒരു സമയമാകുമ്പോഴേക്കും എല്ലാവരും സിനിമയൊക്കെ കണ്ട് കുറച്ച് പേര് ബാക്കിയുള്ള സിനിമയ്ക്കൊക്കെ കയറും. പക്ഷേ എന്നാലും ബാക്കിയുള്ള എല്ലാവരുടെ ഒരു കൂട്ടായ്മ ഒക്കെ കണ്ടില്ല. ഇപ്പോൾ അവിടെ പാട്ട്, ഡാൻസ്, എല്ലാ കാര്യങ്ങളും നടക്കുന്നു. പിന്നെ ഞങ്ങളിവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇന്ന് കണ്ട സിനിമയെക്കുറിച്ച് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് IFFKന്റെ ഒരു പ്രധാന ആകർഷണം. എപ്പോഴും IFFK വേദികൾ സൗഹൃദത്തിന്റെ കൂടി വേദികളാണ്. ഇവരൊക്കെ തന്നെ ഇവിടെ നിന്ന് കിട്ടിയ ആൾക്കാരാണ്. ഇവിടെ നിന്നാണ് ഈ സൗഹൃദം തിങ്ങുന്നത്. അതെ, പേരെന്തായിരുന്നു? പക്ഷെ കൊടുക്കുന്ന സൗഹൃദമാണ്. കിഡ്നി വെച്ചാലും കൊടുക്കും. അപ്പൊ അതാണ് IFFK വേദികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരുപാട് കളേഴ്സും ലൈറ്റ്സും ഒക്കെയുള്ള എപ്പോഴും ഓണായിട്ടുള്ള സൗഹൃദത്തിന്റെ ഒക്കെ ഒരു വേദി തന്നെയാണ്. രാത്രിയായാലും പകലായാലും അതിങ്ങനെ ഓണായി തന്നെ നിൽക്കും. അപ്പോൾ അതാണ് IFFK രാത്രികാല കാഴ്ചകൾ. അർഷത്തിൽ ഷംന, ന്യൂസ് 18. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുന്നു. 5 മണിവരെ 70,076 ഭക്തർ മല കയറി.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റിന് 7070, പവന് 56,560. സ്വർണം 18 ക്യാരറ്റിന് ഗ്രാം 5840 രൂപ, പവന് 46,720 രൂപ. വെള്ളി ഗ്രാമിന് 97, കിലോ 97,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.